മലപ്പുറം മങ്കട വലമ്പൂരിൽ യുവാവിന് നേരെ ആൾക്കൂട്ടാക്രമണമെന്ന പരാതി. കരുവാരക്കുണ്ട് സ്വദേശി ഷംസുദ്ദീനാണ് മർദ്ദനമേറ്റത്. വാഹനം നടുറോഡിൽ നിർത്തിയത് ചോദ്യം ചെയ്തതിനാണ് മർദ്ദിച്ചതെന്ന് ഷംസുദ്ദീൻ പറയുന്നു. 1.5 മണിക്കൂറോളം അവശനായി കിടന്നിട്ടും ആരും ആശുപത്രിയിൽ എത്തിച്ചില്ലെന്നും ആരോപണം. മുഹമ്മദ് ഷംസീർ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകും. ഷംസീർ, എന്താണ് ഇത്തരത്തിലൊരു ആക്രമണത്തിന് കാരണം? എന്താണ് സംഭവിച്ചത്? അനീഷ, കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് 5 മണിയോട് കൂടിയാണ് ഇങ്ങനെയൊരു ആക്രമണം ഉണ്ടായത് എന്നാണ് ഷംസുദ്ദീൻ വ്യക്തമാക്കുന്നത്. ഒരു മരണ വീട്ടിൽ പോയി തിരികെ വരുന്ന വഴി മങ്കട വലമ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ആക്രമണം ഉണ്ടായി എന്നാണ് ഷംസുദ്ദീൻ പറയുന്നത്. അതായത് റോഡിന്റെ നടുവിൽ മറ്റൊരു ബൈക്ക് പെട്ടെന്ന് നിർത്തുന്നു. ഇത് പിന്നാലെ ബൈക്കിൽ വന്ന ഷംസുദ്ദീൻ ചോദ്യം ചെയ്യുന്നു, എന്താണ് ഇങ്ങനെ നിർത്തിയത്, ബുദ്ധിമുട്ടല്ലേ, അപകടം ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഷംസുദ്ദീൻ ചോദിക്കുന്നു. അതിന് പിന്നാലെ ഇയാൾ ബൈക്കിൽ നിന്ന് ഇറങ്ങി വന്ന് ഇദ്ദേഹത്തെ ആക്രമിച്ചു തുടങ്ങുകയായിരുന്നുവെന്നാണ് പറയുന്നത്. അതിനുശേഷം മറ്റൊരാളെ വിളിച്ചു വരുത്തി കൂടുതൽ ആക്രമണങ്ങളിലേക്ക് പോയി എന്നാണ് ഷംസുദ്ദീൻ വ്യക്തമാക്കുന്നത്. ഈ വണ്ടി തടഞ്ഞു നിർത്തിയാൽ വിളിച്ചു കൊണ്ടുവന്നയാൾ ഈ കമ്പ് കൊണ്ട് ആദ്യം അടിച്ചു. പിന്നീട് കൂടുതൽ ആളുകൾ അങ്ങോട്ട് വരികയും കൂടുതൽ ആക്രമണം ഉണ്ടാകുകയും ചെയ്തു എന്ന് വ്യക്തമാക്കുന്നു. അതിനിടയിൽ വന്ന ഒരാൾ കമ്പി കൊണ്ട് മുഖത്തടിച്ചുവെന്നാണ് ഷംസുദ്ദീൻ പറയുന്നത്. ഈ അടിയിലാണ് കണ്ണിന് നേരെ മുകളിൽ പരിക്കേറ്റതെന്നും ഷംസുദ്ദീൻ വ്യക്തമാക്കുകയാണ്. വരുന്നവരെല്ലാം അടിച്ച് തിരികെ പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായി. പലരും ആശുപത്രിയിൽ എത്തിക്കാൻ ആവശ്യപ്പെട്ടിട്ടും അതിന് തയ്യാറായില്ല എന്നുള്ള കാര്യം കൂടി ഷംസുദ്ദീൻ വ്യക്തമാക്കുകയാണ്. നാട്ടുകാർ അവിടെ ഉണ്ടായിരുന്നുവെങ്കിലും ഈ മർദ്ദിക്കുന്നവരെ പേടിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ തയ്യാറായില്ല എന്നാണ് ഷംസുദ്ദീൻ പറയുന്നത്. ഷംസുദ്ദീന്റെ കണ്ണിന് മുകളിൽ സാരമായി തന്നെ പരിക്കേറ്റ നിലയുണ്ടായിട്ടുണ്ട്. ഒടുവിൽ 1.5 മണിക്കൂറോളം നേരം ഈ റോഡിൽ കിടക്കേണ്ടി വന്നുവെന്ന് കൂടി ഷംസുദ്ദീൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നാട്ടിൽ നിന്ന് ആളുകളെ വിളിച്ചു വരുത്തിയ ശേഷമാണ് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ എത്താൻ കഴിഞ്ഞതെന്നും ഷംസുദ്ദീൻ വ്യക്തമാക്കുകയാണ്. അതായത് മങ്കട പോലീസ് ഈ വിഷയത്തിൽ ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. തന്നെ ആക്രമിച്ചവർ ആരാണെന്ന് തനിക്കറിയാമെന്നും ഷംസുദ്ദീൻ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ആരാണ് ഇത് ചെയ്തതെന്ന കാര്യത്തിൽ ഇനി കൂടുതൽ അന്വേഷണത്തിലൂടെ വ്യക്തത വരാനുണ്ട്. അനീഷ. ശരി, മുഹമ്മദ് ഷംസീറാണ് വിവരങ്ങൾ നൽകിയത്.